പ്രൊസീജിയർ ഉണ്ട്, അഡ്വാൻസ് ഇത്ര വേണമെന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കരുത് മക്കളെ. ഇപ്പം നാട്ടിൽ തട്ടിപ്പും വെട്ടിപ്പാണ്. കുറേ മലയാളികൾ ചെറ്റകൾ ഇറങ്ങിയിരുന്ന് മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് വിസ കിട്ടുന്നതിൻ്റെ മുമ്പ് ഒരാൾക്ക് പൈസ കൊടുക്കാൻ നിൽക്കരുത്. വിസ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ ആദ്യം പൈസ എടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ നിൽക്കരുത്. വിസ തരാൻ പറയാം, എന്നിട്ട് പൈസ കൊടുക്കുക. അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് ഞാൻ അവിടുന്ന് പണിയെടുത്തിട്ട് പൈസ തരാമെന്ന് പറയാം. സകൃതകൃതമായ നാട്ടുകാരെ, ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇതേപോലെയുള്ള മലയാളി ചെറ്റകൾ എന്ത് ചെയ്യും നിങ്ങളൊന്ന് കാര്യം നോക്കി. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ നല്ല എവിടെ പോയാലും നമ്മൾ അധ്വാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പൈസ ഉണ്ടാക്കാം. ഗൾഫിൽ നല്ല പൈസ കിട്ടുന്ന ഒരുപാട് കമ്പനികളുണ്ട്, നല്ല സാലറി കിട്ടുന്ന കമ്പനികളുണ്ട്, നമ്മൾ അധ്വാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വേക്കൻസി ഉണ്ടോ അങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ച്, ഇൻസ്റ്റഗ്രാമിലും അവർ പറ്റിക്കപ്പെട്ടത്. മലയാളികൾ ഇനി എന്നാണ് ഇതൊക്കെ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ കൊണ്ടുപോകാം, യൂറോപ്പിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ ഫോൺ വിളിച്ചിട്ട് 30,000. ഇപ്പം മലപ്പുറത്ത് പട്ടാമ്പിയുള്ള വേറൊരാൾക്ക് പൈസ 70,000 രൂപ കൊടുത്തു. വീട്ടിൽ കഷ്ടപ്പാടും ദുരിതവും, എങ്ങനെയെങ്കിലും ഗൾഫിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് ഇനി എന്നാണ് മലയാളികൾ ഇതൊക്കെ പഠിക്കുക? പൈസ കൊടുത്തപ്പോൾ മൂപ്പരൊരു അഡ്രസ്സുമില്ല, ഒന്നുമില്ല. അങ്ങനെ വീട്ടിൽ അന്വേഷിച്ച് തന്നപ്പോൾ അയാൾ ചീത്ത പറഞ്ഞു, നിങ്ങളെന്തിനാ എൻ്റെ വീട്ടിൽ അന്വേഷിച്ച് പോയത്? ഇനി നമുക്ക് മഹ്ശറയിൽ വെച്ചിട്ട് കാണാം. എങ്ങനെ മഹ്ശറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, പൈസ 1 രൂപ തരൂല, നിങ്ങൾ കിട്ടുമ്പോൾ വാങ്ങിക്കോ, കേസിന് പോയിക്കോ, അങ്ങനെ എങ്ങനെയാണ്. അതേമാതിരി ഇന്നലെ കണ്ണൂരുള്ളൊരു ഒരാൾ വിളിച്ച് എന്തൊരവസ്ഥയാണെന്നറിയാം. മൂപ്പര് എന്നൊരു സങ്കടം പറയാം. മൂപ്പരെ യൂറോപ്പിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് എന്താക്കി, ആദ്യം 95,000 രൂപ വാങ്ങി, അതിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. അത് കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം വാങ്ങി. പിന്നെ മാൾട്ടെ വേറെ എവിടെയോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് 35,000 രൂപ വാങ്ങി. ഭയങ്കര സീനാണ് മക്കളെ. ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം, തട്ടിപ്പും വെട്ടിപ്പും. ഇപ്പോൾ യൂറോപ്പിലേക്ക് ഒരു പരിപാടി നടക്കുന്നില്ല. യൂറോപ്പിൽ ആളുകൾ പോയി കച്ചറ ഉണ്ടാക്കി. യൂറോപ്പിൽ ഇന്ത്യക്കാരെയും ബംഗാളികളും പാകിസ്ഥാനികളും നിറഞ്ഞിട്ട് എന്തായി എന്നറിയോ? യൂറോപ്പിലേന്നൊക്കെ ഒന്നും ഇപ്പോൾ ആളെടുക്കുന്നില്ല. ഇപ്പോൾ ആൾക്കാരെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിൽ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടന്ന് കഴിഞ്ഞ്, വിസ തട്ടിപ്പ്. ഇപ്പോൾ GCCയിലേക്ക് ആളെ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഫുള്ള് പൈസ വാങ്ങലാണ്. അപ്പം ശ്രദ്ധിക്കുക, ഈ മലയാളികൾ ഇങ്ങനെ പറ്റിക്കുന്ന ഒരുപാട് ചെറ്റകളുണ്ട്. ഓർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീട്ടം തിന്നൂടെ നായ്ക്കളെങ്ങൾക്ക്. പാവത്തുങ്ങളെ പറ്റിക്കുക. വീട്ടിൽ അമ്മയ്ക്ക് ഡയാലിസിസും പ്രശ്നങ്ങളും എന്തോ ആയിട്ട് അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഗൾഫിൽ പോയിട്ട് രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊടുത്താണ് ഒരാൾ 70,000 രൂപ. അയാളെ പൈസ പോയി. ഇനി എന്നാണ് മലയാളികൾ പഠിക്കുക? നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാളിപ്പോൾ നിങ്ങളോട് പറയാൻ ഈ യൂറോപ്പിലായാലും GCCയിലായാലും വിസ ഉണ്ട്, നിങ്ങൾ പൈസ അയക്കുന്നതാണ്. ആദ്യം പൈസ അയക്കരുത്. നിങ്ങൾ അയാളോട് പറയാം, നിങ്ങൾ വരി, നമ്മൾ വിസ കൊണ്ടുപോവാ. വിസ കൊണ്ടുവന്നിട്ട് ആ വിസ കൊണ്ടുപോയി ട്രാവൽസിൽ നമ്മുടെ നാട്ടിൽ അക്ബർ ട്രാവൽസ്, അൽ ഹിന്ദ് ട്രാവൽസ്, അങ്ങനെ ഒരുപാട് നല്ല